എല്ലാവർക്കും മോം ആൻഡ് മാത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്നും അതുപയോഗിച്ച് LCM എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ഈസ് ദ വേ ഓഫ് റൈറ്റിംഗ് എ നമ്പർ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഒരു നമ്പറിനെ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ അഥവാ പ്രധാന ഘടകത്തിൻ്റെ ഗുണന രൂപത്തിൽ എഴുതുന്നതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഫോർ എക്സാമ്പിൾ, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 10. നമുക്കറിയാം 2 into 5 equal 10. ഇവിടെ 1 into 10 gives 10, 2 into 5 equals 10, 5 into 2 equals 10, 10 into 1 equals 10. പക്ഷേ എന്തുകൊണ്ടാണ് 2 into 5 കോമ്പിനേഷൻ മാത്രം നമ്മൾ എടുത്തത്? എന്തുകൊണ്ട് 5 into 2 എടുത്തുകൂടാ? അതെ, 2 into 5ഉം 5 into 2ഉം സെയിം ആണ്. ബിക്കോസ് ദ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന നമ്പറുകളെ ഏത് ഓർഡറിൽ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ 5 into 2 ഓർ 2 into 5 ഏതെങ്കിലും ഒന്ന് നമുക്കെടുക്കാം. പക്ഷേ എന്തുകൊണ്ട് 1 into 10 ഓർ 10 into 1 നമ്മൾ എടുത്തില്ല? അതിന് കാരണം നമ്മൾ ചെയ്യുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. നമുക്കാവശ്യം പ്രൈം നമ്പേഴ്സും. ഇവിടെ 1 and 10 ആർ നോട്ട് പ്രൈം നമ്പേഴ്സ്. പിന്നെ 1 മുതലുള്ള നമ്പേഴ്സിനെ ഫാക്ടേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. നമുക്ക് ഓരോന്നായി നോക്കാം. വാട്ട് ഈസ് എ പ്രൈം നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ഓൺലി ബൈ 1 ആൻഡ് ഇറ്റ് സെൽഫ്. പ്രൈം നമ്പറിന് ആകെ 2 ഫാക്ടേഴ്സേ ഉണ്ടാവുകയുള്ളൂ, ഒന്നും ആ നമ്പറും. For example, 2 is a prime number because 2 is divisible only by 1 and itself. So, factors of 2 are 1 and 2. ഇതുപോലെ 3, 5, 7, 11, 13, 17, etc. all are prime numbers. ഇനി composite number. A composite number is a number which has more than 2 factors. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സുകളാണ് കോമ്പോസിറ്റ് നമ്പർ. Example, 4 is divisible by 1 and itself as well as by 2. It is not a prime number. 4ന് 3 ഫാക്ടേഴ്സുകളാണ് ഉള്ളത്, 1, 2 and 4. It is a composite number. ശരിയല്ലേ? ഇതുപോലെ 6, 8, 9, 10, 12, etc. എല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സിൽ പെടും. ഇതിൽ നമ്മൾ വിട്ടുപോയ നമ്പറാണ് 1. 1 is a prime number or composite number. 1 ഒരു പ്രൈം നമ്പർ ആണോ അതോ കോമ്പോസിറ്റ് നമ്പർ ആണോ? 1 is divisible only by 1. 1 is neither a prime nor a composite. മനസ്സിലായില്ലേ? എങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് പ്രൈം നമ്പർ. ഏതാണ് ഫസ്റ്റ് പ്രൈം നമ്പർ? ആൻസർ 2. The smallest composite number is dash. Answer 4. The only even prime number is dash. ആകെയുള്ള ഒരു ഈവൻ പ്രൈം നമ്പർ ഏതാണ്? ആൻസർ 2. All prime numbers except dash are odd numbers. ഏതാണ്? ആൻസർ 2. Every prime number is greater than dash. Answer 1. Every even number greater than dash is a composite number. Answer 2. 1 മുതൽ 100 വരെയുള്ള 25 പ്രൈം നമ്പേഴ്സ് കാണാതെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനിലേക്ക് പോകാം. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് 1 into 10 ഓർ 10 into 1 എടുത്തില്ല എന്ന്? മറ്റു ചില എക്സാമ്പിൾസ് കൂടി നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 9. 9നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 into 3 കിട്ടും. ഇങ്ങനെ കിട്ടുന്ന പ്രൈം നമ്പറിനെ നമുക്ക് സർക്കിൾ ചെയ്യാം. അങ്ങനെ 9 equal 3 into 3. ഇതാണ് 9ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12. നമുക്കറിയാം 2 into 6 equal 12. ഇതിൽ പ്രൈം നമ്പറായ 2നെ നമുക്ക് സർക്കിൾ ചെയ്യാം. കോമ്പോസിറ്റ് നമ്പറിനെ ബോക്സിലും ആക്കാം. അങ്ങനെ എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായി കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് തുടരാം. ഒടുവിൽ സർക്കിളിലാക്കിയ പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉൾപ്പെടുത്തി എഴുതാം. 12 equal 2 into 2 into 3.
ഈ എക്സാമ്പിളിൽ 12ൻ്റെ 2 into 6 കോമ്പിനേഷൻ മാത്രമല്ല 3 into 4 കോമ്പിനേഷനും എടുക്കാം. അപ്പോൾ കോമ്പോസിറ്റ് നമ്പറായ 4നെ 2 into 2 ഫോമിൽ എഴുതിയാൽ മതി. ചെയ്യുമ്പോൾ 12 equal 3 into 2 into 2 എന്ന് വരും. ഏതായാലും ആൻസർ സെയിം ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ മാത്രം പ്രൊഡക്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. ഒന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പോസിറ്റ് നമ്പറോ പ്രൊഡക്റ്റ് ഫോമിൽ വരാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതാണ് ഫാക്ടർ ട്രീ മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് പരിചയപ്പെടാം, അപ്സൈഡ് ഡൗൺ ഡിവിഷൻ. Start dividing the number with its smallest prime factor and keep on dividing till we get 1 as a quotient. തന്നിരിക്കുന്ന നമ്പറിനെ അതിൻ്റെ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് കോഷ്യൻ്റ് കണ്ടുപിടിച്ച് ആ കോഷ്യൻറ്റിനെ വീണ്ടും അതിൻ്റെ തന്നെ സ്മോളസ്റ്റ് പ്രൈം ഫാക്ടർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് കോഷ്യൻ്റ് 1 ആകുന്നത് വരെ ഡിവിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയാണ് ഈ അപ്സൈഡ് ഡൗൺ ഡിവിഷൻ. ആ പേര് എങ്ങനെ വന്നു എന്നല്ലേ? സാധാരണ ഡിവിഷനിൽ കോഷ്യൻ്റ് ഡിവിഡൻറ്റിൻ്റെ മേലെ എഴുതുമ്പോൾ അപ്സൈഡ് ഡൗൺ ഡിവിഷനിൽ നമ്മൾ താഴെയായിരിക്കും എഴുതുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 10. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ തന്നിരിക്കുന്ന 10നെ ഡിവിഡൻ്റായി എടുത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലോങ് എൽ സിമ്പിൾ വരയ്ക്കുക. ഇനി 10ൻ്റെ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടറായ 2നെ സാധാരണ ഡിവിഷനിൽ ചെയ്യുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. 2നെ ഡിവൈസറായി എടുത്ത് 10 divided by 2 നമുക്ക് ചെയ്യാം. 10 divided by 2 ക്വോഷ്യൻ്റ് എന്താണ്? 5. 5നെ ലോങ് എല്ലിൻ്റെ താഴെ എഴുതുക. ഈ 5 ആണ് നമ്മുടെ ന്യൂ ഡിവിഡൻറ്റ്. 5 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് വേണ്ട ന്യൂ ഡിവൈസർ 5 തന്നെ. അങ്ങനെ 5 divided by 5 equal 1 ആൻസർ കിട്ടും. ക്വോഷ്യൻ്റ് 1 ലോങ് എല്ലിൻ്റെ താഴെ എഴുതുക. ഇതോടെ അപ്സൈഡ് ഡൗൺ ഡിവിഷൻ കംപ്ലീറ്റ് ആയി. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ഫോമിൽ എഴുതാം. അതെങ്ങനെ? അപ്സൈഡ് ഡൗൺ ഡിവിഷൻ ചെയ്യുമ്പോൾ ഡിവൈസേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഫോമാണ് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇവിടെ 10 equal 2 into 5. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 45. 45 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ 3. 45 divided by 3 15. Now 15 divided by 3 5. 5 is a prime number. So 5 divided by 5 is 1. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 45 എന്താണ്? ഡിവൈസേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഫോം അല്ലേ? സോ 45 equal 3 into 3 into 5. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് LCM എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പറുകളുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഫാക്ടർ ട്രീ മെത്തേഡോ അപ്സൈഡ് ഡൗൺ ഡിവിഷൻ മെത്തേഡോ നമുക്ക് യൂസ് ചെയ്യാം. LCM of 10 and 45. Prime factorization of 10. 10 divided by 2 5. 5 divided by 5 equal 1. So 10 equal 2 into 5. Next prime factorization of 45. 45 divided by 3 15. 15 divided by 3 5. 5 divided by 5 equal 1. So 45 equal 3 into 3 into 5. ഇനി 10ൻ്റെയും 45ൻ്റെയും പ്രൈം ഫാക്ടേഴ്സിൽ കോമൺ ആയി ഫാക്ടേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. 10ൽ 5 ഉണ്ട്, 45ലും 5 ഉണ്ട്. അതിനെ ഒരു പെയറായി എടുക്കാം. അപ്പോൾ കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 10 and 45 ഈസ് 5. ഒരു പെയർ ഒറ്റ നമ്പറായാണ് എഴുതേണ്ടത്. ഇനി എക്സ്ട്രാ ഉള്ള പ്രൈം ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പെയർ ചെയ്യാൻ കഴിയാത്ത പ്രൈം ഫാക്ടേഴ്സിനെ എല്ലാം എടുത്ത് പ്രൊഡക്റ്റ് ഫോമിൽ എഴുതുക. അപ്പോൾ എക്സ്ട്രാ പ്രൈം ഫാക്ടേഴ്സ് ഈക്വൽ 2 into 3 into 3. എക്സ്ട്രാ പ്രൈം ഫാക്ടേഴ്സ് എഴുതുമ്പോൾ പെയറിൽ എല്ലാട്ടോ എഴുതേണ്ടത്. കോമൺ പ്രൈം ഫാക്ടേഴ്സ് എഴുതുമ്പോൾ മാത്രമേ പെയറിംഗ് ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കോമൺ പ്രൈം ഫാക്ടേഴ്സും എക്സ്ട്രാ പ്രൈം ഫാക്ടേഴ്സും കിട്ടി. ഇനി LCM കണ്ടുപിടിക്കാം. LCM ഈക്വൽ കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇൻറ്റു എക്സ്ട്രാ പ്രൈം ഫാക്ടേഴ്സ്. 5 into 2 into 3 into 3 equal 90. 90 is the LCM of 10 and 45. ഇതൊന്ന് ചെയ്ത് നോക്കൂ. LCM of 16 and 48. Prime factorization of 16. 16 divided by 2 8. 8 divided by 2 4. 4 divided by 2 2. 2 divided by 2 equals 1.
ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 48. 48 divided by 2, 24. 24 divided by 2, 12. 12 divided by 2, 6. 6 divided by 2, 3. Now 3 divided by 3 equals 1. Now 16 prime factorization. 16 equal 2 into 2 into 2 into 2. 48 2 into 2 into 2 into 2 into 3. ഇതിൽ കോമൺ പ്രൈം ഫാക്ടേഴ്സ് 2 into 2 into 2 into 2, എക്സ്ട്രാ പ്രൈം ഫാക്ടേഴ്സ് 3. LCM equal common prime factors into extra prime factors. So 2 into 2 into 2 into 2 into 3. 48 is the LCM. ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ഡിവിഷനു പകരം ഫാക്ടർ ട്രീ മെത്തേഡും ഫോളോ ചെയ്യാം. കോമൺ പ്രൈം ഫാക്ടേഴ്സും എക്സ്ട്രാ പ്രൈം ഫാക്ടേഴ്സും കണ്ടുപിടിച്ച് അവയെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റാണ് LCM. അങ്ങനെ LCM കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡും നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ മെത്തേഡ് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.